നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എഴുത്തുകാരനും പ്രഭാഷകനും മികച്ച അധ്യാപകനും ഒക്കെയായ പ്രൊഫസർ ശ്രീ പഴകുളം സുഭാഷ് സാറാണ്. സാറിന് സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ അധ്യാപക ദിനാശംസകൾ. ഈ ഒരു ദിനത്തിൽ സാറുമായിട്ട് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അധ്യാപക ദിനമാണ്. ആദ്യം സാർ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അധ്യാപകൻ എന്ന നിലയിലാണോ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണോ സാറിന് കൂടുതലൊരു സന്തോഷം തരുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയാണ്? എനിക്ക് അധ്യാപക വൃത്തിയോടുള്ള താല്പര്യം കോളേജിലെ പഠനകാലത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കോളേജ് അധ്യാപകനാവുക എന്നുള്ളതായിരുന്നു ഒരു സ്വപ്നം. പലപ്പോഴും പലരും ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എനിക്ക് കോളേജ് അധ്യാപകൻ. കാരണം എന്നെ പ്രീ ഡിഗ്രി കാലത്ത് പഠിപ്പിച്ച രണ്ട് അധ്യാപകർ, രാജഗോപാൽ സാറും ഒരു വിദ്യാസാഗർ സാറും. അപ്പോൾ അവർ കോളേജിലൊക്കെ വെച്ച് വളരെ ചെറുപ്പമാണ്. അവർ അന്ന് ചെറുപ്പമായിട്ട് ഇങ്ങനെ ചെത്തി വരുന്നൊരു കാലത്ത് അപ്പോൾ നമുക്കൊരു ആരാധനകൾ തോന്നി. ഇതുപോലെ എനിക്ക് അധ്യാപകനാവണം എന്നൊരു ആഗ്രഹം അന്നേ ഉണ്ടായി. ഭാഗ്യം കൊണ്ട് അധ്യാപകനാവുകയും വിദ്യാസാഗർ സാറിനൊപ്പം പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിനെ മകളെ പഠിപ്പിച്ചു. അങ്ങനെ പിന്നെ മട്ടന്നൂരിൽ തുടങ്ങി ചേർത്തല NS കോളേജ്, തിരുവനന്തപുരം MG കോളേജ്, പന്തളം NS കോളേജിൽ 30 വർഷക്കാലം അധ്യാപകനാണ്. അതൊരു മഹാഭാഗ്യമായിട്ട്. അതിനോട് അപ്പോൾ ഇത് അധ്യാപകനാവുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോടെ എഴുതുമായിരുന്നു. ബാലരമ, പൂഞ്ചോല, പൂമ്പാറ്റ, കുട്ടികളുടെ ദീപിക, ബാലമംഗളം, ബാലസാഹിത്യം ആണ് ആദ്യത്തെ. അങ്ങനെ ബാലസാഹിത്യത്തിൽ നിന്ന് പിന്നെ കോളേജിലേക്ക് കയറിയപ്പോൾ കുറെ കൂടെ ഗൗരവമായ പഠനം ഒക്കെ ആയിട്ട് മാറി. അങ്ങനെ ലേഖനങ്ങൾ, പിന്നെ ജീവചരിത്രം, പഠനങ്ങൾ, നാടകം, അങ്ങോട്ടൊരു ഏതാണ്ടൊരു 14 കൃതികൾ വരെ. ഇപ്പോൾ ഏറ്റവും അവസാനം കൊല്ലം സൈന്ധവ പ്രസിദ്ധീകരിച്ച EV മുൻഷി ഉൾപ്പെടെ 14 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സാറിനൊരു അധ്യാപകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? സന്തോഷം നൽകിയത് ഞാൻ പലപ്പോഴും എന്നെ പഠിപ്പിച്ച പല അധ്യാപകരൊക്കെ തന്നെയാണെങ്കിൽ വന്ന് ക്ലാസ്സിന്റെ ആ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് കുട്ടികളുടെ മുഖത്ത് പോലും നോക്കാതെ പഠിപ്പിക്കുക, ആ ഒരു ഇതായിരുന്നു. പക്ഷെ ആദ്യം സാംസ്കാരിക രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്നു, ബാലസഖ്യം, ക്ലബ്ബുകൾ. അപ്പോൾ അങ്ങനെ ഈ ആൾക്കാരോട് മിങ്കിൾ ചെയ്യുന്ന ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പഠനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സ്റ്റഡിക്ക് ശേഷമാണ് ഞാൻ അധ്യാപകനാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുമായിട്ട് ഇൻവോൾവ് ചെയ്ത് അവരെ കൂടി ഇന്ററാക്ട് ചെയ്യിച്ചുകൊണ്ടുള്ളൊരു പഠനം, ഇതെനിക്ക് വലിയ സന്തോഷകരമായ നിമിഷമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു പ്രിയങ്കരൻ അധ്യാപകനായിട്ട് പലപ്പോഴും നമുക്കത് പിന്നെ അവരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് അവരെ എല്ലാം കേട്ടും അവരെ കണ്ടും അവരുടെ പേരുമൊക്കെ വിളിച്ച് അപ്പോൾ ആ പഠിപ്പിക്കുന്ന ഒരു സന്തോഷം വല്ലാത്തൊരു ഒരു ത്രില്ലായിരുന്നു. ഇപ്പോഴും റിട്ടയർ ചെയ്തപ്പോഴും ഇനിയും കുറെ കാലം കൂടെ പഠിപ്പിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത്. ഒരു മലയാളം വിഭാഗം HOD ആയിരുന്നു. ഈ ഒരു മലയാളം അധ്യാപകൻ പ്രത്യേകിച്ച് ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കുട്ടികൾ, നമുക്കറിയാം കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ എല്ലാവരും വളരെ സന്തോഷിച്ച് കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഒരു മാറ്റം ഉണ്ടാകണം എന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ബന്ധത്തിലൊക്കെ? അത് പിന്നെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. അധ്യാപകരുടെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ കുട്ടികൾ നമുക്ക് അറിയാം ഈ പ്രായത്തിൻ്റെതായ പ്രശ്നമുണ്ട്. എന്താ നമ്മൾ ആ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ളൊരു മാറ്റം, ആ ട്രാൻസിഷൻ പീരീഡിൽ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അപ്പോൾ അവർ വയലൻ്റ് ആവാൻ ശ്രമിക്കും, അവർ ലഹരിക്ക് അടിമപ്പെടുന്നത് കാണും, രാഷ്ട്രീയം കാണും. ഇതൊക്കെ അപ്പോൾ കുട്ടികളുടെ മനസ്സ് വായിച്ചറിഞ്ഞുകൊണ്ട് അവരെ നന്മയുടെ അല്ലെങ്കിൽ ശരിയായ അധ്യയനത്തിന്റെ മാർഗത്തിലൂടെ, നന്മയിലുള്ള മാർഗത്തിലൂടെ തിരിച്ച് അവരെ നല്ല വിദ്യാർത്ഥികളായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും കുട്ടികളുടെ വിശ്വാസം അർപ്പിക്കുകയും കുട്ടികൾക്ക് അധ്യാപകരിൽ ഒരു വിശ്വാസം ഉണ്ടാവുകയും വേണം. അത്തരത്തിലുള്ളൊരു രീതിയാണ് ഞാൻ അവലംബിച്ചത്. കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ 5 വർഷക്കാലം. അപ്പോൾ അങ്ങനെ കുട്ടികളോടൊപ്പം വളരെ അടുത്ത് എന്നെ പെരുമാറാൻ കഴിഞ്ഞു, കുട്ടികളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ എനിക്കൊരു പ്രയാസം അനുഭവപ്പെട്ടില്ല. കോളേജിൽ പലപ്പോഴും കുട്ടികൾക്കെതിരെ കംപ്ലൈന്റുകൾ വരും, പരാതികൾ വരുമല്ലോ. ഈ പരാതികളൊക്കെ വരുമ്പോൾ ഒരു HOD എന്ന നിലയിൽ സാറിന്റെ സമീപനം എങ്ങനെയായിരിക്കും? പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ അവരെ കേൾക്കാൻ, അവരെ അറിയാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു ഏകപക്ഷീയമായ നിലപാട് ഒരിക്കലും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ കംപ്ലൈന്റ്, അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിന് വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള അവരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ളൊരു പരിഹാരത്തിന്റെ അത് പരിഹരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്.
ഓക്കെ. ഇന്നത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് അധ്യാപകരും പിന്നെക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു ഈ മാറി വരുന്ന ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം പണ്ട് നമ്മൾ സ്കൂളിലോ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ കുട്ടികളെ വിട്ടാൽ രക്ഷകർത്താക്കൾ പറയുന്നത് സാറേ വേണമെങ്കിൽ അടിച്ചു, അവൻ എന്ത് വേണമെങ്കിൽ ചെയ്തു, ഞങ്ങൾക്ക് പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അത്രമാത്രം ഒരു അധ്യാപകരെ വിശ്വാസത്തിലെടുക്കുകയും ആദരവോടെ കാണുകയും ചെയ്തൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെ ഒന്നും അടിക്കണ്ട, ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ ചോദ്യം ചെയ്യാനായിട്ട് അച്ഛനോ രാഷ്ട്രീയക്കാരോ സ്കൂളിൽ എത്തുന്ന സമീപനാണ്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അതുകൊണ്ട് അധ്യാപകരും കാര്യമായിട്ട് എങ്ങനെയും പോയിക്കോട്ടെ, നമുക്ക് എന്താ കാര്യം, നമ്മുടെ പ്രശ്നം നമ്മുടെ ബുദ്ധിമുട്ടാവരുത്, ആ രീതിയിലേക്ക് അധ്യാപകരും കോളേജിലൊക്കെയാണ് കുറേ മുതിർന്ന കുട്ടികളാകുമ്പോൾ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരോട് വന്നപ്പോഴത്തേക്ക് എന്തും ചെയ്യും. അധ്യാപകർ അടിക്കുന്ന കാലമാണ്. അധ്യാപകർ നന്നാക്കാൻ ചെന്നാൽ അധ്യാപകരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കോളേജിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും മാറിയിരിക്കുന്നു. അതുകൊണ്ട് അധ്യാപകർ പലപ്പോഴും ഇതിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാവും. ഇപ്പൊ നടത്തില്ല. അപ്പൊ അധ്യാപകരല്ല കുറ്റക്കാർ. അധ്യാപകർ കുട്ടികൾ കുറ്റക്കാരെന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രായവും കുട്ടികളുടെ രാഷ്ട്രീയ സാഹചര്യവും സ്വാധീനവും ഒക്കെ കൊണ്ട് ഇതിന് ആ രീതിയിലേക്ക് പോയപ്പോൾ മൊത്തത്തിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ സാർ, ഈ പറയുന്ന പോലെ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു അധ്യാപകൻ, പ്രത്യേകിച്ച് ഒരു മലയാള അധ്യാപകനോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള അധ്യാപകനാട്ടെ, ഏത് വിഷയം കയറി ചെയ്യുന്ന അധ്യാപകനാട്ടെ, ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു അധ്യാപകനാണ്. ചില വേഷം കൊണ്ടോ അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ കൊണ്ടോ നമുക്കൊരു അധ്യാപകൻ എന്ന് മനസ്സിലാവും. ഇന്ന് അധ്യാപകർക്ക് കുറെ കൂടെ വ്യത്യാസമുണ്ട്. കുട്ടികളുമായി കുറെ കൂടെ അടുത്താണ് അവർ ഇടപെടുന്നത് അല്ലേ? പണ്ട് ഒരു അധ്യാപകന്റെ തോളെ കൈയിടാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഇന്ന് കുട്ടികൾക്ക് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും സാറിനൊക്കെ തോന്നിയിട്ടുണ്ടോ അധ്യാപകന്റെ ഒരു ചിത്രം കുട്ടികളുടെ ഉള്ളിൽ മാറാൻ പാടില്ല, എന്തായിരുന്നു അധ്യാപകൻ ആ നിലയിൽ നിലനിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ ഇന്നത്തെ ആ രീതിയോട് സാർ? ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അത്തരത്തിലുള്ളൊരു അധ്യാപകനായിട്ട് അല്ല ജീവിക്കാൻ ആഗ്രഹിച്ചത്. കുട്ടികളുടെ ഇടയിൽ ഇതൊരു ശ്രീലക്ഷ്മി ചോദിച്ചതാണ്. പഴയ കാലത്ത് അധ്യാപകർ പറഞ്ഞ പോലെ കുട്ടികളോട് ബന്ധമില്ലാതെ പ്ലാറ്റ്ഫോമിൽ വന്ന് കോളേജിലാണെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കയറി പ്രസംഗിച്ചിട്ട് ക്ലാസ് എടുത്തിട്ട് പോവുക, ഒരു യാതൊരു കുട്ടികളോട് യാതൊരു മിംഗ്ലിങ്ങും ഇല്ല. അതിന് വിരുദ്ധമായിട്ടാണ് ഞാൻ ഒരു അന്ന് പ്രീ ഡിഗ്രി ക്ലാസ്സിലൊക്കെ 120 കുട്ടികളാണ് ലാംഗ്വേജ് ക്ലാസ്സിൽ. അപ്പോൾ 3 റോ ആണ്. ഞാൻ ഒരു റോയുടെ ഇടയിലൂടെ നടന്ന് അടുത്ത റോയുടെ ഇടയിലൂടെ കയറി ഇങ്ങനെ കറങ്ങി കുട്ടികളെയൊക്കെ പേര് വിളിച്ച് ചിലപ്പോൾ പേര് ബിന്ദു, സിന്ധു എന്നൊക്കെ മിക്കവാറും അറിഞ്ഞില്ലെങ്കിലും ആ പേരുള്ള കുട്ടികൾ ആ ക്ലാസ്സിൽ കാണും. അപ്പൊ അവർക്ക് തോന്നുന്നു അധ്യാപകൻ എന്നെ ശ്രദ്ധിക്കുന്നു. ആ ശ്രദ്ധ ഉണ്ടെന്നുണ്ടെ കുട്ടികൾ വളരെ ഇതായിട്ട് ഇരിക്കും ക്ലാസ്സിൽ, അവരെ അച്ചടക്കത്തോടെ ഇരിക്കും, ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ കുട്ടികളെയൊക്കെ നമ്മൾ വിളിച്ചും എഴുന്നേൽപ്പിച്ച് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ അറ്റൻഷന് വേണ്ടിയാണ്. അപ്പൊ ഈ രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വേണം അധ്യാപകൻ. അല്ലാതെ മാറി നിന്ന് അത് തോളെ കൈയിട്ടില്ലെങ്കിലും അവരെ ചേർത്ത് നിർത്തുക, മനസ്സുകൊണ്ടും ചേർത്ത് നിർത്തുക, ശരീരം കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചേർത്ത് നിർത്തുന്ന അവർക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ അച്ചടക്കത്തോടെ ക്ലാസ് ഇരിക്കും, കുട്ടികൾ അത് ക്ലാസ് ശ്രദ്ധിക്കും, ഒക്കെ ചെയ്യും. ഒരാളൊന്ന് ഉറങ്ങിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ ക്ഷീണം, ഉച്ചയ്ക്ക് ശേഷമുള്ള സാധാരണ ക്ലാസ്സുകളാണെങ്കിൽ കോളേജിൽ ഒരു പ്രത്യേകിച്ച് മലയാളമൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നൊരു മയക്കത്തിലേക്ക് പോയേക്കാം. ആ സമയങ്ങളിൽ സാർ എന്തായിരിക്കും ചെയ്യുന്നത്? അവർ നമ്മൾ ആ മയങ്ങുന്ന ആളെ നമ്മൾ കളിയാക്കത്തില്ല. അവരടുത്ത് ചെന്ന് നമ്മൾ ഒന്ന് ഒരു തുളയൊരു തട്ട് കൊടുത്ത് പെട്ടെന്ന് ഞെട്ടി കൊണ്ടുമ്പോൾ അയാൾക്ക് ഒരു കുറ്റബോധം തോന്നും. കുറ്റബോധം കുഴപ്പമൊന്നുമില്ല, ഈസി എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിടും. അല്ല, അവരെ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്താൻ മറ്റത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് കൊച്ചാക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടിക്ക് അധ്യാപകനോട് വെറുപ്പ് തോന്നും. മറ്റേ നമ്മളത് മൈൻഡ് ചെയ്യാതെ കുട്ടികളെ ഇറക്കി ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പറയും കൊണ്ടുവരണം എന്ന് പറയും, പിറ്റേ ദിവസം കൊണ്ടുവരും. ഇല്ലെങ്കിൽ അവര് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അവരെ അതിന് ശിക്ഷ അല്ലെങ്കിൽ അത്ര ഒരു രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. ഓക്കെ, സാറിലെ എഴുത്തുകാരിലേക്ക് വരാം. നാടകമൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു സാഹിത്യ രംഗത്തേക്കുള്ള ഒരു വരവ്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം സ്കൂളിലെ ലീഡർ, അന്ന് ലീഡറല്ല സ്പീക്കർ എന്നാ പറയും, അന്ന് സ്പീക്കറും പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഞാൻ സ്പീക്കറായി 2 വർഷം. അപ്പോൾ അന്ന് കുട്ടികളുടെ എൻ്റെ ഒരു ബന്ധുവായ അധ്യാപകൻ തന്നെ, വലിയ കുട്ടമ്പിള്ള സാർ എന്ന് പറഞ്ഞ അദ്ദേഹം മരിച്ചുപോയി. വലിയ സ്കൂളിലെ ഇപ്പോൾ നാട്ടിലെ പ്രമാണിയാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല, ആ നാട്ടിലെ പ്രമാണിമാരായിരിക്കും അവിടുത്തെ അധ്യാപകരൊക്കെ തന്നെ. അധികം ട്രാൻസ്ഫർ ഒന്നുമില്ല, അപ്പോൾ ചുരുക്ക സ്കൂളിലൊക്കെയല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അധ്യാപകൻ കുട്ടികളെ അടിക്കുകയും കുട്ടികൾക്ക് വലിയൊരു പേടി സ്വപ്നമാണ്. അങ്ങനെ അധ്യാപകൻ ഏണ്ട കുട്ടികളെ മർദ്ദിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ബന്ധുവായിട്ട് ഞാനും സമരം ചെയ്തു. ഇതാണ് ഇതൊരു എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് പിൽക്കാലത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് വിദ്യാർത്ഥി ഐക്യം എന്ന് പറയുന്ന നാടകം എഴുതി. ഇത് ബാലരമയെ പ്രസിദ്ധീകരിച്ചു. കുട്ടികളുടെ ആ ഒരു സമരം ചെയ്യുന്നതും
ആ സമരത്തിൽ പിന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചേർത്തൊരു അതാണൊരു എൻ്റെ ഒരു ആദ്യത്തെ എനിക്ക് തോന്നുന്നു പബ്ലിഷ് ചെയ്ത ആദ്യ രചന അതാണ്. ബാലസാഹിത്യത്തിൽ ബാലരമയിൽ വന്ന വിദ്യാർത്ഥി ഐക്യം നാടകമാണ്. ഓക്കെ. അതിനുശേഷം പിന്നീട് എഴുതിയ കാളിദാസനെ കുറിച്ചിട്ട് എഴുതി അല്ലെ? അതിനുശേഷം അതിപ്പോ സൈന്ധവ പ്രസിദ്ധീകരിച്ചതാണ്. അത് നല്ലതുപോലെ വിറ്റഴിക്കാൻ ഒരു പുസ്തകമാണ്. കുട്ടികളുടെ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മഹാകവി കാളിദാസ് എന്ന പുസ്തകം. ഞാൻ അതിനു മുമ്പ് പിന്നെ എഴുതി തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, പൂഞ്ചോല, പൂമ്പാറ്റ, ബാലരമ, കുട്ടികളുടെ ദീപിക, ബാലമംഗളം, അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് എഴുതുന്ന ആ രീതിയിൽ അന്ന് എനിക്ക് 40 രൂപ 100 രൂപ വരെ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാലമംഗളത്തിൽ എൻ്റെ ഒരു പിന്നെ കുട്ടികളുടെ നോവൽ സീരിയലൈസ് ചെയ്ത് വന്നു, മധുര. അത് പിന്നെ പൂർണ്ണ പബ്ലിക്കേഷൻ്റെ പുസ്തകമാക്കി. ആദ്യമായിട്ട് എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്ത് DC ബുക്സ് ആണ്. പൂത്തത്താൻ കവന്ന് ബാലസാഹിത്യം, പിന്നീട് പൂർണ്ണ, പിന്നീട് സൈന്ധവ എൻ്റെ 4 ബുക്ക്, രാജശില്പി ഒരു പഠനം, അധികാരം നാടകം, പിന്നെ മഹാകവി കാളിദാസൻ ബാലസാഹിത്യ കൃതി, ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ EV മുൻഷി. അതിന്റെ വിശേഷങ്ങൾ കൂടി പറയൂ. EV മുൻഷിയെ കുറിച്ചിട്ട്. EV മുൻഷിയും അത് അടൂരുകാരുടെ ഒരു എന്താ പറയുന്ന ഒരു അഭിമാനവും അഹങ്കാരവും എന്ന് പറയാവുന്ന 2 സാഹിത്യ സാംസ്കാരിക നായകന്മാരാണ് EV കൃഷ്ണപിള്ളയും മുൻഷി പരമുള്ളി. EV കൃഷ്ണപിള്ള ശരിക്കും അടൂരുകാരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറയുന്നത് നമ്മുടെ കുന്നത്തൂരിൽ ഇതാണ്. കുന്നത്തൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ പിന്നെ അടൂരിലേക്ക് വരികയാണ്. അടൂരിൽ വന്ന് അടൂരിൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് അടൂരിൽ കഴിഞ്ഞ് വന്ന് ക്രമേണ അദ്ദേഹം എഴുത്തിൻ്റെ രംഗത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ അതിനൊരു സാഹചര്യം, ഒരു വീട്ടിൽ അമ്മ കലാരസികയായിരുന്നു, പക്ഷേ അച്ഛൻ പപ്പുള്ള വക്കീല്, ഒരു പഴയ കാലത്തുള്ള ഒരു പരുക്കനായ കർക്കശക്കാരനായ അച്ഛനായിരുന്നു. അപ്പോൾ ആ സംഘർഷാത്മകമായ ജീവിതമാണ് EVയിൽ. നാടകം പറഞ്ഞ സംഘർഷം ഏറ്റവും കൂടുതൽ പിന്നെ കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു കലാരൂപമാണ് നാടകം. അല്ലെ, കോൺഫ്ലിക്റ്റ് വേണം നാടകം സംഘർഷമാണ് നാടകത്തെ ജീവൻ വെപ്പിക്കുന്നത്. അപ്പോൾ ഈ ജീവിത സംഘർഷം കൊണ്ട് ആണ് ഒരുപക്ഷെ നാടകത്തിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിച്ചത്. അദ്ദേഹം പിന്നെ ഒരു നാടകകൃത്തായിരുന്നു, ഹാസ്യ സാഹിത്യകാരനാണ്, പിന്നെ നിയമസഭ അംഗമായിരുന്നു. അതുപോലെ പിന്നെ എന്താണ്, സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗം എല്ലാ രംഗത്തും വളരെ പിന്നെ പേരെടുത്ത വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു എന്താണ് സഹപാഠിയെന്നോ സമകാലികനോ ആയാളാണ് മുൻഷി പരമുള്ള. മുൻഷി പരമുള്ളയെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്കൊന്നും മുൻഷി പരമുള്ളയെ കുറിച്ച് അറിയില്ല. EV കൃഷ്ണപിള്ളയെ കുറിച്ച് പിന്നെ അറിയാം. അടൂർ ഫാസിയുടെ അച്ഛൻ, അല്ലെ CV രാമൻ പിള്ളയുടെ മകളുടെ ഭർത്താവ് എന്ന രീതിയിൽ EV കൃഷ്ണ മനോരമയുടെ ആദ്യ പത്രാധിപര്, അക്ഷരപതിപ്പിന്റെ. അപ്പൊ അതുകൊണ്ടൊക്കെ EV കൃഷ്ണപിള്ളയെ കുറിച്ച് പക്ഷെ അത്രമാത്രം മുൻഷി പരമുള്ളയെ കുറിച്ച് അറിയില്ല. പക്ഷെ മുൻഷി പരമുള്ളയെ കുറിച്ച് മുൻഷി കേൾക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഏഷ്യാനെറ്റിലെ മുൻഷിയെ കുറിച്ചാണ്. അത് ഈ മുൻഷി മലയാളം അധ്യാപകർ, ഭാഷാധ്യാപകർക്ക് വീണ് കിട്ടിയ ഒരു പേരാണ് മുൻഷി എന്നുള്ളത്. ഇദ്ദേഹം പിന്നെ കായംകുളം സ്കൂളിലെയും അടൂർ സ്കൂളിലെയും മലയാളം മുൻഷിയായിരുന്നു. ഇദ്ദേഹം എഴുത്തുകാരനാണ്. ഇദ്ദേഹം പിന്നെ EVയുടെ കൂട്ട് അത്രമാത്രം വലിയ ഒരു വൈഡായിട്ടുള്ളൊരു റേഞ്ചിലേക്ക് എത്തിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടുതലും നാടകങ്ങളും ലേഖനങ്ങളുമാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും ഒന്ന് പിന്നെ കുറെ കൂടെ പുതിയ സമൂഹം അറിയണം എന്നുള്ള തലത്തിലേക്കാണ് ഞാനത് ചിന്തിക്കുകയും അങ്ങനെ അവരെ പഠിക്കാൻ തീരുമാനിച്ചാണ് എൻ്റെ ഗവേഷണ ബിരുദത്തിന് വേണ്ടിയുള്ള വിഷയം EV മുൻഷി തിരഞ്ഞെടുത്തു. അങ്ങനെ കേരള സർവകലാശാലയിലേക്ക് PhD കിട്ടി. അത് പുസ്തകമാക്കാൻ ശ്രമിക്കുകയും അപ്പോൾ സൈന്ധവയുടെ അജിത് കുമാറാണ് അത് പുസ്തകമാക്കാൻ മുൻപോട്ട് വന്നു. ഇപ്പോൾ അത് പുസ്തകമാക്കി കഴിഞ്ഞ ഒരു മാസം മുമ്പ് റിലീസ് ചെയ്തു. വളരെ നല്ല ഒരു അംഗീകാരം, വലിയ നല്ലൊരു ആൾക്കാരുടെ ഒരു സ്വാഗതം, ഒരു സ്വീകരണം അതിന് ലഭിച്ചിട്ടുണ്ട്. നല്ലതുപോലെ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ടു പോകും. സാറിന്റെ ഇപ്പൊ പറഞ്ഞതെല്ലാം അടൂര് വരുന്നുണ്ട്. എന്താണ് ഈ അടൂർ എന്ന സ്ഥലവുമായിട്ടുള്ള ആ ഒരു ബന്ധം, അല്ലെങ്കിൽ അവിടെയുള്ള ഈ പറയുന്ന പ്രശസ്തരെ കുറിച്ചും ഒക്കെ എന്താണ് സാറിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്? അടൂര് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അടൂരിന്റെ സാംസ്കാരിക പൈതൃകം ആരംഭിക്കുന്നത് EV കൃഷ്ണപിള്ളയിലും മുൻഷി പരമുള്ളയിലുമാണ്. അതിനു മുമ്പ് തന്നെ അടൂരിന് പത്തനംതിട്ട ജില്ലയിൽ ആശ്ചര്യ ചൂടാമണി എഴുതിയ പിന്നെ ആശ്ചര്യ ചൂടാമണി എന്ന സംസ്കൃത നാടകം, അപ്പോൾ അത് കുടുംബൻ ആണ് ശക്തിഭദ്രൻ, കുടുംബണ്ണുകാരനായ ശക്തിഭദ്രനായിരുന്നു ആശ്ചര്യ ചൂടാമണി എഴുതിയതെന്നൊരു എന്ന ശക്തമായ വിശ്വാസം അതാണ്. കാരണം അത് ചരിത്രപരമായിട്ട് അത്രമാത്രം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആശ്ചര്യ ചൂടാമണി എഴുതിയ ശക്തിഭദ്രൻ കുടുംബണ്ണുകാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരിക പാരമ്പര്യം പത്തനംതിട്ട ജില്ലയ്ക്കുണ്ട്. കുടുംബൻ എന്ന് പറഞ്ഞാൽ അടൂരിൻ്റെ അടുത്ത പ്രദേശമാണ്. പക്ഷേ അടൂര് സാഹിത്യ പാരമ്പര്യം കൂടുതൽ നമുക്ക് അറിയപ്പെട്ടു തുടങ്ങിയത് EVയുടെ കാലം മുതലാണ്. EV കൃഷ്ണപിള്ളയും മുൻഷി പരമുള്ളയും. പിന്നെ EVയുടെ മകൻ അടൂർ ഫാസി കലാരംഗത്തേക്ക് വന്നു. അടൂർ ഭവാനി, അടൂർ പങ്കയ സിനിമാ താരങ്ങൾ. അപ്പോൾ അങ്ങനെ അടൂരിൻ്റെ പേര് ക്രമേണ കുറെ കൂടെ
ഉയരാൻ തുടങ്ങി. കുറെ കൂടെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തു അടൂർ എന്നുള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ വരകൂടെ ആയപ്പോഴേക്കും കേരളവും ഇന്ത്യയും വിട്ട് ലോകോത്തര രംഗത്തേക്ക്, ലോക സിനിമ രംഗത്തേക്ക് അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ വന്നു. അപ്പൊ അങ്ങനെ ഇ വി കൃഷ്ണപിള്ളയെ തുടങ്ങി, ഇ വി കൃഷ്ണപിള്ളയെ മുൻഷിപ്പരമ്പിള്ളയെ തുടങ്ങി, അടൂർ ഭാസി, അടൂർ പങ്കയം, അടൂർ ഭവാനി, അടൂർ ഗോപാലകൃഷ്ണൻ. പിന്നെയും ഉണ്ട് ആർ സുകുമാരൻ, രാജശില്പിയും പാദമുദ്ര സിനിമയെടുത്ത ചിത്രകാരൻ കൂടിയായ ആർ സുകുമാരൻ സാർ. അപ്പൊ ഇങ്ങനെയുള്ളൊരു വലിയ സാംസ്കാരിക സാഹിത്യ നായകന്മാരുടെ നിര അടൂരിനുണ്ട്. നമ്മളിത് എന്ത് പറയുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള കുറെ പ്രഗത്ഭർ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. സാറിനും അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഞാനൊക്കെ ഈ പറഞ്ഞതുപോലെ കേട്ടും കണ്ടും പഠിച്ചും വളരുന്നത് ഈ ഇവരെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും അവർക്ക് അപ്പൊ എഴുത്തിന്റെ മേഖലയിൽ അവർക്ക് കിട്ടിയ അംഗീകാരം, ആദരവ്, അപ്പോൾ ആ സ്വാഭാവികമായി നമുക്കും അത്തരം ഒരു മേഖലയിലേക്ക് കടന്നുകൂടിയ പ്രചോദനമാണ്. ഇതുപോലെയൊക്കെ അപ്പൊ അങ്ങനെ ആ ഒരു പ്രചോദനം തന്നവരാണ് എൻ്റെ നാട്ടുകാർ കൂടിയായ ഈ പ്രസിദ്ധരും വിശ്വപ്രസിദ്ധരുമായ ആൾക്കാർ. അപ്പൊ ആ ഒരു പ്രചോദനത്തിന്റെ പാതയിലൂടെയാണ് എഴുത്തിന്റെ രംഗത്തേക്ക് തിരിയാൻ കാരണം. നാടകത്തിന്റെ ആ ഒരു എഴുത്തിനെ കുറിച്ച് പറഞ്ഞില്ല. നാടകം രചന ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥി ഐക്യം എന്ന നാടകം എഴുതി. പിന്നീട് ഞാൻ സംഗീത നാടക അക്കാദമി അംഗമായിരുന്നു. ഒരു 3 വർഷം ടൈമിൽ കാവാലം പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ അതിൽ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നാടകവുമായിട്ട് പിന്നെ വേദിയും നാടക സാഹിത്യവും ഒക്കെ ആയിട്ടുള്ള ബന്ധം. അപ്പോൾ കാളിദാസനെ 30 വർഷം കാളിദാസനെ പഠിപ്പിച്ചു. ഞാൻ ഡിഗ്രി മലയാളം ക്ലാസ്സുകളിൽ 30 വർഷക്കാലം കാളിദാസന്റെ ശാകുന്തളം, AR-ന്റെ വിവർത്തനവും ആറ്റുകാരന്റെ വിവർത്തനവും ഉൾപ്പെടെ 30 വർഷം പഠിപ്പിച്ചു. അപ്പൊ ആ ഒരു ഭയങ്കരമായ ഒരു നാടകം ശാകുന്തളം പഠിപ്പിക്കുമ്പോഴുള്ള ഒരു അനുഭവം, പിന്നീട് ഈ പറഞ്ഞതുപോലെ സാഹിത്യ സാംസ്കാരിക അടൂരിന്റെ സ്വാധീനം ഒക്കെ വന്നപ്പോൾ ഒരു നാടകം നമുക്ക് എന്തുകൊണ്ട് നാടകം എഴുതിക്കൂടാ, നാടകം എഴുതാൻ പറ്റും. സംഘർഷം വരുന്ന നാടകമായിരുന്നു നാടകത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞ സംഘർഷമാണ്, കോൺഫ്ലിക്റ്റ് ആണ്. ഞാൻ എഴുതുമ്പോഴും അത് കാരണം ഞാനൊരു 3 നാടകങ്ങള് ഇപ്പോ സൈന്ധവ ബുക്സ് പബ്ലിഷ് ചെയ്ത അധികാരം നാടകം, അധികാരത്തിലെ രാഷ്ട്രീയ അധികാരത്തിന്റെയും ആധ്യാത്മിക അധികാരത്തിന്റെയും പിന്നെ കാപട്യങ്ങളൊക്കെ തുറന്നു കാണിക്കുന്ന 3 നാടകങ്ങളാണ്. ആ നാടകങ്ങൾ ചേർത്ത് അധികാരം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തു. അതും നല്ലൊരു ധാരാളം കേരളത്തിൽ പല സ്റ്റേജുകളിലും അവതരിപ്പിച്ചു. ധാരാളം പേര് എന്നെ വിളിക്കാതെയൊക്കെ തന്നെ ആ നാടകം, കാരണം അത്രമാത്രം ശക്തമായ സാമൂഹിക വിമർശനം ഉൾക്കൊള്ളുന്ന സംഘർഷാത്മകമായ നാടകങ്ങളായിരുന്ന 3 നാടകങ്ങൾ. അതിനുശേഷമാണ് പിന്നെ ഈ കാളിദാസന്റെ നാടകങ്ങളെ കുറിച്ചുള്ള പഠനം. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ പഠനം ഉൾപ്പെടെ 3 വർഷം കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ശാകുന്തളം ഒരു പഠനം എന്ന പേരിൽ എൻ്റെ വ്യാഖ്യാനത്തോടു കൂടിയ ശാകുന്തളം യൂണിവേഴ്സിറ്റി പഠിക്കാൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പുസ്തകം മഹാകവി കാളിദാസൻ എന്ന പുസ്തകം എഴുതുകയും അത് സൈന്ധവ ബുക്സ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തത്. ശരിക്കും എത്ര നാടകങ്ങളാണ് സാർ എഴുതിയിരിക്കുന്നത്? ഞാൻ നാടകങ്ങൾ എഴുതിയത് 3 നാടകങ്ങൾ എഴുതി. ഇപ്പോൾ ഒരു നാടകം, ഒരു ലഘു നാടകം, ഒരു സംസ്കാരവേദിയുടെ നാടകവേദി എന്ന ഒരു പുസ്തകത്തിലേക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പേരുദോഷം എന്ന ഒരു നാടകം, അതായത് കേരളത്തിൽ ലഹരി ഉപയോഗത്തിന്റെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന അതിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണർത്തുന്ന നാടകം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എഴുതി, അപ്പോൾ അയച്ചു കഴിഞ്ഞു. അത് ഇപ്പോ പേരുദോഷം മാത്രമാണോ അതോ മറ്റേതെങ്കിലും പുസ്തകം കൂടി എഴുതാനായി തയ്യാറെടുക്കുന്നുണ്ടോ? ഇപ്പൊ പ്രസിദ്ധീകരിക്കാൻ പോകുന്നൊരു പുസ്തകം എന്റെ നേതൃത്വവും പ്രസംഗവും എന്നൊരു പുസ്തകമാണ്. അതായത് പിന്നെ പ്രസംഗത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നേതൃത്വം, ലീഡർഷിപ്പിനെ കുറിച്ച് മലയാളത്തിൽ പുസ്തകങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ നൂറാട് ഉണ്മ പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിക്കുന്നത്. അത് താമസിക്കാതെ ഓണത്തോടെ ചേർന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. നിലവിൽ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുകയാണ് സാറിന്റെ ഇപ്പോഴത്തെ? ഇപ്പോൾ ഒരു റിട്ടയർമെന്റ് ജീവിതമായതുകൊണ്ട് സാംസ്കാരിക മേഖലയിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ എഴുത്തുകൾ ഒക്കെ പുസ്തകങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനിയും ഞാൻ സൈന്ധവ അയ്യത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് വേറൊരു പുസ്തകത്തെ കുറിച്ച്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ചില ഏടുകൾ പലരും പറഞ്ഞതാണ്, പറയാത്ത കാര്യം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ, കാരണം ഡിഗ്രി മലയാളം കുട്ടികൾക്കും PG കുട്ടികൾക്കും ഗവേഷക വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താൻ സംസ്കാരത്തിന്റെ സഞ്ചാര പഥങ്ങൾ, സംസ്കാരം സഞ്ചരിച്ച വഴികൾ, കേരളത്തിൽ സംസ്കാരം സഞ്ചരിച്ച വഴികൾ എന്നുള്ള രീതിയിൽ സംസ്കാരത്തിന്റെ സഞ്ചാര പഥങ്ങൾ എന്നൊരു പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം. ഏതായാലും ഈ ഒരു അധ്യാപക ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ, നല്ലൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ, നല്ലൊരു പ്രഭാഷകൻ എന്ന നിലയിൽ കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്താണ്? അതായത് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ
കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാല അധ്യാപകനെയും പഴയകാല വിദ്യാർത്ഥിയെയും ഒക്കെ അല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ കാലം കണക്കാക്കുകയോ ചെയ്യുന്നത്. പഴയകാലം നമ്മൾ കണ്ടു, പക്ഷെ അത് പഴയകാലം തിരിച്ചു വരാത്ത രീതിയിൽ പോയി. ഇന്ന് ഇത് റോബോട്ടിക് യുഗമാണ്, ഇപ്പോൾ ഇലക്ട്രോണിക് യുഗമാണ്. ഇലക്ട്രോണിക് യുഗത്തിൽ അധ്യാപകൻ എത്രമാത്രം ആവശ്യമാണെന്ന പോലും അഭിപ്രായ വ്യത്യാസം അഭിപ്രായമൊക്കെ ഉണ്ട്. അധ്യാപനം ആവശ്യമാണോ? കാരണം ഓൺലൈനായിട്ട് എല്ലാം കിട്ടും, ഗൂഗിൾ സെർച്ച് ചെയ്ത് എല്ലാം കിട്ടി പഠിച്ചാൽ പോരെ. അപ്പോൾ ആ ഒരു യുഗത്തിൽ ജീവിക്കുമ്പോൾ അധ്യാപകർ അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. ഏറ്റവും നൂതനമായ രീതി ഇപ്പോൾ ഞാനൊക്കെ പഠിപ്പിച്ചിറങ്ങിയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ക്ലാസ് റൂം സ്റ്റഡിയിലെ കുട്ടി വരണമെങ്കിൽ ഈ അധ്യാപകനേക്കാൾ ഒരുപക്ഷെ കുട്ടികൾ മറ്റ് പല രീതിയിൽ അവർ അറിവ് നേടുന്നവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം, അപ്ഡേഷൻ അധ്യാപകർക്ക് ഉണ്ടാവണം. ഇവര് ഈ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് വരികൾ മാത്രമാണ്. ആ വരികൾക്കിടയിലൂടെ അവരെ കൊണ്ടുപോകാൻ, അതായത് പിന്നെ പുതിയ പുതിയ മേഖലകളിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ അധ്യാപകർക്ക് കഴിയണം. അപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ വരും. ഞാൻ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന മാത്രമല്ല, അതിനപ്പുറത്തേക്ക്, അതായത് ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു ജയിലിൽ ഇരുന്നുകൊണ്ട് മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് കത്തെഴുതി. അറിയാമല്ലോ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ കത്തുകളാണ്. ഈ കത്തുകളിൽ ഒരു കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഡിയർ ഇന്ദു, എൻ്റെ കത്ത് എനിക്ക് കിട്ടി. എൻ്റെ കത്ത് നിനക്ക് കിട്ടുമ്പോൾ ഈ കത്തിൻ്റെ വരികൾക്കിടയിലൂടെ നീ എൻ്റെ മനസ്സ് കാണും. അതുപോലെ നിൻ്റെ കത്ത് കിട്ടുമ്പോഴും ഞാൻ നിൻ്റെ മനസ്സ്, നിന്നെ ആണ് വായിക്കുന്നത്. അപ്പോൾ ആ അച്ഛൻ മകൾക്കായി കഴിയുമ്പോൾ ആ അച്ഛൻ ജവഹർലാൽ നെഹ്റു എഴുതുന്ന ചരിത്രവും സംസ്കാരവും ഭൂമിശാസ്ത്രവും ഒരച്ഛൻ സാധാരണ അച്ഛൻ എഴുതാത്ത രീതിയിലുള്ള വിപുലമായ വളരെ പിന്നെ ലോകത്തിൻ്റെ മുഴുവൻ അറിവുകളുമാണ്. പക്ഷേ ഈ അറിവുകൾ ആണെങ്കിൽ പോലും ആ അറിവുകൾക്ക് ഉപരിയായിട്ട് ഒരച്ഛനും മകനും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പാരസ്പര്യം, ഒരു പിന്നെന്താണ് ഒരു അവരുടെ ഒരു വാത്സല്യത്തിൻ്റെ ആദരവിൻ്റെ ഒരു പരസ്പരം അനുഭവിച്ചറിയാൻ ആ വരികൾക്കിടയിലെ വായന സാധിക്കും. ഈ അധ്യാപകനെ അടയാളപ്പെടുത്തണമെങ്കിൽ അധ്യാപകൻ ഈ മൗനം പൂരിപ്പിക്കുന്ന വരികൾക്കിടയിലൂടെ കുട്ടികളെ വായിപ്പിക്കാൻ കഴിയുന്ന, പുതിയ ലോകത്തെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന, പുതിയ മേഖലകളിലേക്ക് ഇങ്ങനെ കുട്ടികളുടെ മനസ്സിനെ ഇങ്ങനെ അനന്ത വികായസിലേക്ക് പറത്തി വിടാൻ കഴിയുന്ന ഒരു പിന്നെ അതിനുള്ള ഒരു പിന്നെ മോട്ടിവേഷൻ കൊടുക്കാനും ക്ലാസ് കൊടുക്കാനും അധ്യാപകൻ കഴിയുമ്പോഴേ അധ്യാപകൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ, അധ്യാപകൻ പുതിയ കാലത്ത് അധ്യാപകനാവുന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ മലയാളം മെയിൻ എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരാൾക്ക്, ഇതിപ്പോൾ ഞാൻ പറയണം, അതിൽ എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ എഴുതാനുള്ള കഴിവ് കിട്ടണമെന്നില്ല. പക്ഷേ ഒരാൾ ഒഴിയാതെ, ഒരാളെ മാറ്റി നിർത്താതെ ഒരു ബുക്ക് എഴുതാൻ അവർക്ക് സാധിക്കും. ഉറപ്പായിട്ട് കഴിയും. കാരണം അവർക്കപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ ഈ പുസ്തകത്തിന് ഉപരി പുസ്തകത്തിൻ്റെ അകത്തൂടെ അതിൽ എഴുത്തുകാരൻ കാണാത്തതും കണ്ടതുമായ മേഖലകളിലേക്ക് അവരെ കടത്തിക്കൊണ്ട് ചെല്ലുമ്പോൾ കുട്ടികളുടെ മനസ്സ് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അറിയപ്പെടാത്ത വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ അറിയപ്പെടാത്ത വഴി സഞ്ചരിക്കുമ്പോൾ അവർക്ക് പുതിയ അറിവുകൾ കിട്ടി, അവർക്കും ഒരു പ്രചോദനം, എഴുത്തിൻ്റെയും അല്ലെങ്കിൽ പ്രഭാഷണത്തിനും ഒക്കെ അവർക്ക് പുതിയ പുതിയ വീണ് കിട്ടുകയാണ്. ഇത് വീണ് കിട്ടുന്നതൊക്കെയാണ് പിന്നീട് നല്ല എഴുത്തായിട്ടും പ്രസംഗമൊക്കെ ആയിട്ട് മാറുന്നത്. എല്ലാ മലയാളം മെയിൻ എടുത്ത ഒരു വിദ്യാർത്ഥിയും ചിലപ്പോൾ എഴുതാൻ മുന്നോട്ട് വന്നിരിക്കില്ല, ഒരു മറ്റു തൊഴിലൊക്കെ നേടിപ്പോകാം. പക്ഷേ ഒരു മലയാളം മെയിൻ എടുത്ത ഒരാൾക്ക് സത്യത്തിൽ ഒരു മലയാള ഭാഷ അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരം, ഇത്രയേറെ കവികൾ, ശാകുന്തളം പഠിക്കുന്നു അല്ലെ, മഹാകവികളെ കുറിച്ച് അറിയുന്നു. പക്ഷെ എത്ര പേർ ഇന്ന് ആ ഒരു തലത്തിലേക്ക് വരുന്നുണ്ട്? അല്ല, അത് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഏത് വിഷയം പഠിക്കാൻ എടുക്കുന്നതും അതൊരു ജീവിതമാർഗവുമായിട്ട് ഒരു തൊഴിലുമായി ബന്ധപ്പെടുത്തിയാണ്. പലരും മലയാളം മെയിൻ എടുക്കുന്നതും ജോലി സാധ്യത കൂടുതലുണ്ടെങ്കിൽ എടുക്കാം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഡിഗ്രിക്ക് പൊളിറ്റിക്സ് ആയിരുന്നു, പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഡിഗ്രിക്ക് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ മലയാളത്തിന് 4 പേര് 3 പേരൊക്കെയാണ് ക്ലാസ് പഠിക്കാറുള്ളത്. മലയാളം പഠിച്ചൊരു കാര്യം ഗുണമൊന്നുമില്ല എന്ന രീതിയിൽ എനിക്ക് മലയാളത്തോട് അടങ്ങാത്ത താല്പര്യം കൊണ്ടാണ് PGക്ക് മലയാളം എടുത്തു, MPhil എടുത്തു, PhD എടുത്തു. അപ്പോൾ ഞാൻ പിന്നെ അധ്യാപകനായിട്ടൊക്കെ വരുമ്പോൾ 40 പേര് 50 പേര്, ഞാൻ റിട്ടയർ ചെയ്യുന്ന വർഷമൊക്കെ ആണെങ്കിൽ കോളേജിൽ ഈ 50 പേരും കഴിഞ്ഞ് കുട്ടികൾ നിൽക്കുകയാണ് മലയാളത്തിന് വേണ്ടി. അപ്പോൾ ആ ഒരു പഴയ രീതി മാറിയിരുന്നു, മലയാളത്തോടും ഭാഷയോടും ഒക്കെ താല്പര്യം തോന്നി. അപ്പോൾ എടുക്കുന്ന പലപ്പോഴും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സബ്ജക്റ്റ് എടുക്കുന്ന സബ്ജക്റ്റിനോടുള്ള താല്പര്യത്തെക്കാൾ ഉപരി അതുകൊണ്ട് നമുക്ക് പ്രയോജനം എന്ത്, ജോലി നേടാൻ പറ്റുമോ? നമുക്കറിയാം, പിന്നെ ബിടെക് എഞ്ചിനീയറിംഗ് കോളേജ് വന്നപ്പോൾ ധാരാളം പേരായ ഇപ്പോൾ കൂടുതലും ഡോക്ടർ കേരളത്തിന് പുറത്തേക്ക് പോലും പോകുന്നു, ഇന്ത്യക്ക് പുറത്തേക്ക് പോലും പോകുന്നു. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ
നല്ല അധ്യാപകനാവണമെന്നോ നല്ല പ്രഭാഷകനാവണമെന്നോ നല്ല എഴുത്തുകാരനാവണമെന്നൊന്നും ചിന്തയില്ല. അത് വളരെ ചുരുക്കം തൊഴിൽ നേടുക, അതാണ് മുഖ്യം. ഞാൻ എൻ്റെ 30 വർഷക്കാലത്തെ പഠിപ്പിച്ച കുട്ടികളിൽ ഒരു കുട്ടി കൃഷ്ണ അരവിന്ദ് എന്ന് പറയും. ആ കുട്ടി ഇപ്പോൾ ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ കോളേജിലെ മലയാള അധ്യാപികയാണ്. മിടുക്കിയായ കുട്ടി. അത് ഞങ്ങൾ അധ്യാപകർക്ക് പോലും ഒരു എന്താ പറയുന്നത്, ക്ലാസ്സിൽ ചെല്ലണമെങ്കിൽ കൃഷ്ണയുടെ ചോദ്യങ്ങൾ അത് മറുപടി പറയാൻ നമ്മൾ തയ്യാറാവണം. പലപ്പോഴും നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴോ കൃഷ്ണയുടെ ഫോൺ വരും. അധ്യാപകൻ പ്രതീക്ഷിക്കുന്ന ചോദ്യമുള്ള ഒരു കുട്ടി, പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഒരു അധ്യാപിക എന്ന നിലയിൽ ഞങ്ങളെക്കാൾ മികച്ച നിലയിൽ പെർഫോം ചെയ്യും എന്നുറപ്പാണ്. അവർ തൊഴിലിന് വേണ്ടി അല്ലാതെ ഭാഷയോടും സാഹിത്യത്തോടും ആ ഒരു താല്പര്യം, അറിയാനുള്ള ഒരു ത്വര, ആ ത്വരയാണ് അവരെ ഇത്രമാത്രം ചോദ്യങ്ങൾ ചോദിപ്പിച്ചത്. അവരെ ഈ രീതിയിൽ സമൂഹം അംഗീകരിക്കുന്ന ആദരിക്കുന്ന അധ്യാപകരാക്കി മാറ്റുന്നത് ത്വരയാണ്. ആ ഒരു ത്വരയാണ് എന്നെ കൊണ്ട് ഇത്രയും ചോദിപ്പിച്ചത് സത്യത്തിൽ ഈ ഒരു അധ്യാപക ദിനത്തിൽ. കാരണം വരുന്ന തലമുറയ്ക്ക് അറിയേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് സാറിനെ പോലുള്ള അധ്യാപകരിൽ നിന്നും. ഒരിക്കൽ കൂടി സാറിന് അധ്യാപക ദിന ആശംസകൾ പറയുകയാണ്. ഇത്രയും നേരം നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ മഞ്ച ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു അധ്യാപക ദിനത്തിൽ ഇത്രയും കാര്യം സംസാരിച്ചതിനുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. വളരെ സന്തോഷം. അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ ആയ ശ്രീ പഴകുളം സുഭാഷ് സാറാണ്. സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.